Hello everyone, welcome to G-Pod Plus 1 Commerce and Humanities channel. It's me Nafi. അപ്പോൾ നമ്മുടെ പ്ലസ് വൺ ഹിസ്റ്ററിയിലെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിലെ അടുത്ത രണ്ട് ചാപ്റ്റർ നമ്മൾ സെറ്റാക്കാൻ പോകുന്നത് എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ് കേട്ടോ. അതും അത് 10ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നുള്ള പേരിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക. പക്ഷേ ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കി ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള പുതിയ ചാപ്റ്ററാണ് എന്ത് ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെക്കണം. ഇതിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ദ ബിഗിനിങ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ബ്രിട്ടനിൽ തന്നെ വ്യവസായ വിപ്ലവം ആരംഭിക്കാനുള്ള കാരണം. ഈ ബ്രിട്ടന് പകരം ലണ്ടനിൽ ചിലപ്പോൾ ക്വസ്റ്റിൽ ചോദിക്കട്ടോ. അപ്പോൾ ലണ്ടൻ ആയാലും ബ്രിട്ടൻ ആയാലും ശ്രദ്ധിച്ചോ, ഈ കാര്യങ്ങളോട് ആഡ് ചെയ്ത് വെക്കട്ടോ. ഒന്നാമത്തെ എന്താ, ദ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അഥവാ രാഷ്ട്രീയ സുസ്ഥിരത. ബ്രിട്ടൻ ആഡ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി സിൻസ് 17th century. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ ചെറിയ എക്സ്പ്ലനേഷനോടെ ആഡ് ചെയ്ത് വെക്കണം കേട്ടോ. 17ാം നൂറ്റാണ്ട് മുതൽ തന്നെ ബ്രിട്ടനിൽ എന്തുണ്ടായിരുന്നു, രാഷ്ട്രീയ സുസ്ഥിരത അഥവാ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ പൊളിറ്റിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ട് സുസ്ഥിരമായിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ എന്ത് ചെയ്തിരുന്നു, നല്ല രീതിയിൽ ആളുകൾ ബ്രിട്ടന് നല്ല രീതിയിൽ ഇൻഡസ്ട്രീസും ഫാക്ടറീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയുണ്ടായിരുന്നു. അടുത്തത് ബ്രിട്ടനിലെ ദ മാർക്കറ്റ് ഇൻ ദ കൺട്രി ഹാഡ് എ നാഷണൽ ക്യാരക്ടർ. ഈ രാജ്യത്തെ കമ്പോളത്തിന് ഒരു ദേശീയ സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് അവിടുത്തെ ബ്രിട്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റായിരുന്നു ലണ്ടൻ മാർക്കറ്റ്. വിദേശ രാജ്യങ്ങളിൽ നേരെ കച്ചവടത്തിനായിട്ട് അവിടേക്ക് എന്ത് ചെയ്തിരുന്നു, ആളുകൾ വന്നിരുന്നു. പിന്നെ ആ കാലഘട്ടം മുതൽ തന്നെ ബ്രിട്ടൻ കറൻസി അല്ലെങ്കിൽ കോയിൻ അല്ലെങ്കിൽ പണം ഉപയോഗിച്ച രാജ്യമാണ്. അപ്പോൾ പണം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവിടെ കച്ചവടം നല്ല രീതിയിൽ മെച്ചപ്പെട്ടു. പിന്നെ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുന്നേ ബ്രിട്ടനിൽ ഒരു അഗ്രികൾച്ചർ റെവല്യൂഷൻ അഥവാ ഒരു കാർഷിക വിപ്ലവം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ കൃഷി നന്നായിട്ട് ബ്രിട്ടനിൽ മെച്ചപ്പെടുകയും അത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നെ ബ്രിട്ടനിലെ സിറ്റീസ് ആയാലും ലണ്ടനും മാഞ്ചസ്റ്ററും ബിർമിംഗ്ഹാമും പോലെയുള്ള ബ്രിട്ടനിലെ സിറ്റീസും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. പിന്നെ ബ്രിട്ടനിൽ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഈ ഫാക്ടറീസിലേക്കൊക്കെ സാധനം എത്തിക്കാനും ഫാക്ടറിയിൽ നിന്ന് സാധനം കൊണ്ടുപോകാനുള്ള കനാലുകളും റെയിൽവേകളും അവിടെ ബ്രിട്ടനിൽ ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളി ബാങ്കുകൾ ഉണ്ടായിരുന്നു. ഈ ഫാക്ടറീസിലൊക്കെ ജോലി ചെയ്യാനുള്ള ലേബേഴ്സ് വില്ലേജിൽ നിന്ന് സിറ്റീസിലേക്ക് ബ്രിട്ടനിൽ മൈഗ്രേറ്റ് ചെയ്തിരുന്നു. പിന്നെ ഈ ഒരു മാത്സ് ഫോളോയിങ് കണ്ടോ, ഈ ഒരു മാത്സ് ഫോളോയിങ് എന്തായാലും മിക്കവാറും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിന് ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടേബിൾ അങ്ങോട്ടേക്ക് പഠിച്ചു വെക്കണം കേട്ടോ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടനിൽ കൊണ്ടുവന്നുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സും അത് കണ്ടുപിടിച്ച ആളും. ഇപ്പോൾ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചതാരാ, ജോൺ കെ ആണ്. സ്പിന്നിങ് ചെന്നി കണ്ടുപിടിച്ചതാരാ, ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചതാരാ, റിച്ചാർഡ് ആർക്വൈറ്റ് ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. മ്യൂള് കണ്ടുപിടിച്ചതാരാ, സാമുവൽ ക്രോംപ്റ്റൺ ആണ്. പവർലൂം കണ്ടുപിടിച്ചതാരാ, എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ്. കോട്ടൺ ഗിന്ന് കണ്ടുപിടിച്ചതാരാ, ഇലി വിറ്റ്നിയാട്ടോ. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇത് എക്സാമിന് ചോദിക്കും മാത്സ് ഫോളോയിങ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഈ മാത്സ് ഫോളോയിങ്ങിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. നല്ല കറക്റ്റ് നിങ്ങൾക്ക് അത് പഠിച്ചോ ഇല്ലയെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ അടുത്താണ് എന്ത്, എക്സാമിൻ ദ റോൾ പ്ലേഡ് ബൈ കനാൽസ് ആൻഡ് റെയിൽവേസ് ഇൻ ദ സ്പ്രെഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. വ്യവസായ വിപ്ലവത്തിൻ്റെ വ്യാപനത്തിൽ കനാലുകളും റെയിൽവേകളും എങ്ങനെയാണ് ബ്രിട്ടനെ സഹായിച്ചത്. അപ്പോൾ ഈ കനാലുകളും റെയിൽവേകളും ഒരുപാട് രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ വേഴ്സല്ലി കനാൽ, ജെയിംസ് ബ്രിൻലി നിർമ്മിച്ച വേഴ്സല്ലി കനാലാണ് ബ്രിട്ടനിലെ ആദ്യത്തെ കനാൽ. ഈ കനാലുകൾ മെയിനായിട്ട് എന്തിനാണ് കൺസ്ട്രക്ട് ചെയ്തത്, ഈ ലണ്ടൻ ഈ വില്ലേജ് ഏരിയയിലാണ് മൈൻസ് അഥവാ ഖനികളുള്ളത്. ഈ ഖനികളൊക്കെ ഉള്ളത് എവിടെയാണ്, വില്ലേജ് ഏരിയയിലാണ്, ഗ്രാമപ്രദേശങ്ങളാണ്. ആ വില്ലേജ് ഏരിയയിലുള്ള മൈൻസിൽ നിന്ന് സിറ്റിയിലേക്ക് കോള് അതേപോലെ അയൺ ഓറും ഒക്കെ എത്തിക്കാനായിട്ടായിരുന്നു ഈ കനാലുകൾ മറ്റൊക്കെ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കനാലുകൾ ഉപയോഗിച്ചത് ആദ്യത്തെ കനാൽ എന്താ, ജെയിംസ് ബ്രിൻലി നിർമ്മിച്ചിട്ടുള്ള വേഴ്സല്ലി കനാലാണ്. അതിനുശേഷം ഒരുപാട് കനാലുകൾ ഏകദേശം 1788 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ 46 ന്യൂ കനാൽസ്, 46 പുതിയ കനാലുകൾ വന്നു. അതിനുശേഷം റോബർട്ട് ഫുൾട്ടൺ എന്ത് ചെയ്യാണ്, സ്റ്റീം ബോട്ട്സ്, ആവിയ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ബോട്ടുകൾ കണ്ടുപിടിച്ചു. അതോടുകൂടി എന്താണ്, ഈ കനാലുകൾ ഒന്നുകൂടി ഉഷാറായിട്ടോ. അതിനുശേഷം 19th century എന്ത് വന്നത്, റെയിൽവേ വന്നത്. അപ്പോൾ റെയിൽവേ വന്നതോടുകൂടി ഒന്നുകൂടി ഉഷാറായി, കാരണം കുറേ കൂടി വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റി, ഇത് എത്തിക്കാൻ പറ്റി. അപ്പോൾ ഈ റെയിൽവേക്ക് ആയിട്ട് പഫിംഗ് ഡബിളും അതേപോലെ തന്നെ ഈ പഫിംഗ് ഡബിൾ എന്ന് പറയുന്ന എഞ്ചിൻ, ഇത് റിച്ചാർഡ് റൊത്തി കണ്ടുപിടിച്ചൊരു എഞ്ചിനാണെന്ത്, പഫിംഗ് ഡബിള്. സ്റ്റീഫൻസൺ കണ്ടുപിടിച്ചൊരു എഞ്ചിനാണ് ഇത് റോക്കറ്റ്. അപ്പോൾ ഇതേപോലെ എഞ്ചിനുകളൊക്കെ വന്നതോടുകൂടി റെയിൽവേയും ധാരാളമായിട്ട് ബ്രിട്ടനിൽ മെച്ചപ്പെട്ടു. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എങ്ങനെയാണ് സ്ത്രീകളെയും കുട്ടികളെയും എഫക്റ്റ് ചെയ്തത്, എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എങ്ങനെയാണ് സ്ത്രീകളെയും കുട്ടികളെ, അതായത് പോയിന്റ് ഔട്ട് ദ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വിമൻ ആൻഡ് ചിൽഡ്രൻ, അതാണ് മെയിനായിട്ട് ചോദിക്കട്ടോ. അപ്പോൾ അവിടെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെയിനായിട്ട് അന്നത്തെ ലേബേഴ്സ്, തൊഴിലാളികളെയും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലേബേഴ്സ് എന്താ, പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, ഒരുപാട് സമയം അവർക്ക് ജോലി ചെയ്യേണ്ടിയിരുന്നു. ആൻഡ് അവർക്ക് മറ്റൊരു പ്രശ്നം, പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സിൽ ഒരുപാട് സമയം അവർക്ക് എന്ത് ചെയ്യണം, ജോലി ചെയ്യണം. ബട്ട് ലെസ് എമൗണ്ട് ഓഫ് സാലറി, വളരെ കുറച്ച് മാത്രമേ സാലറി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർക്ക് എന്താണ്, ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നിരുന്നു. കാരണം ഇവർക്ക് പ്രോപ്പറായിട്ട് താമസിക്കാൻ ഹൈജീനിക് ആയൊരു പ്ലേസ് ഇല്ല, ശുദ്ധമായുള്ളൊരു സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അസുഖങ്ങൾ വരികയും ഈ കോളറ പോലെയുള്ള പലതരത്തിലുള്ള
എപ്പിഡമിക് അഥവാ പകർച്ചവ്യാധികൾ ഇവർക്ക് എത്തുകയും ഇവർ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ എവിടെ ഉണ്ടായിരുന്നു? അന്ന് ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ തൊഴിലാളികൾക്ക് 15, 16, 17, 20 കൊല്ലങ്ങൾ മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയും എവിടെ ഉണ്ടായിരുന്നു? അന്ന് ബ്രിട്ടനിൽ ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അതിലും കഷ്ടമാണ്. സ്ത്രീകളൊക്കെ എന്താണ്, അവർ ഭയങ്കരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, തൊഴിലിടത്തിൽ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ, ഒരുപാട് ചൂഷണങ്ങൾ നേരിട്ടിരുന്നു. ഇവർക്ക് ശമ്പളം, പുരുഷന്മാരുടെ പകുതി ശമ്പളം മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. ഞായറാഴ്ചകളിൽ പോലും ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ജോലി ചെയ്യേണ്ടി വന്നു. അത് മാത്രമല്ല, ഇവർക്ക് എന്താണ്, പലപ്പോഴും ഇവരോട് മുതലാളിമാർക്ക് വളരെ ക്രൂരമായിട്ടൊരു സമീപനമാണ് കാണിച്ചത്. ഇനി കുട്ടികളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ അവസ്ഥ എന്താണ്? ഈ സ്പിന്നിങ് ജെന്നി പോലെയുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, സ്പിന്നിങ് ജെന്നി പോലെയുള്ള ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങൾക്ക് ആർക്ക് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ? കുട്ടികൾക്ക് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ഈ ഒരു എക്യുപ്മെൻറ്റിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി മരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇവർക്ക് പ്രോപ്പർ സ്ലീപ്പില്ല. ബാക്കിയുള്ള പണക്കാരായുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പാവപ്പെട്ട ആളുകളുടെ കുട്ടികളൊക്കെ ഈ ജോലി ചെയ്തിട്ട് അവർ ഭയങ്കര മോശം അവസ്ഥയിലായിരുന്നു കേട്ടോ. പലപ്പോഴും പിന്നെ എന്താ, മൈൻസ്, ഈ ഗനികളിൽ നിന്നൊക്കെ ഇവർ വർക്ക് ചെയ്യും, കോൾ മൈൻസ്, കൽക്കരി ഗനികളിൽ. അപ്പോൾ അവിടെ നിന്നുള്ള വിഷവാതകം ഏറ്റിട്ട് ഇവർ മരണപ്പെട്ടു പോകുന്ന സമ്പ്രദായമൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആര് നേരിട്ടിരുന്നു? അന്നത്തെ കാലത്തെ സ്ത്രീകളും കുട്ടികളും നേരിട്ടിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലുദ്ധിസം ഒരുപാട് തവണ എക്സാമിൽ 2 മാർക്ക് ചോദിച്ചാട്ടോ. ലുദ്ധിസം പഠിച്ചു വെക്കണം. എന്താണ് ലുദ്ധിസം? ലുദ്ധിസം വാസ് ഫോൺഡ് ബൈ ജനറൽ നെദ്ലുഡ്. ജനറൽ നെദ്ലുഡ് കൊണ്ടുവന്നാണ് എന്ത്? ലുദ്ധിസം എന്ന് പറയുന്നത്. ലുദ്ധിസം ആര് കൊണ്ടുവന്നാടാ? ജനറൽ നെദ്ലുഡ് കൊണ്ടുവന്നാണ് എന്ത്? ലുദ്ധിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ജനറൽ നെദ്ലുഡിൻ്റെതാണ് എന്ത്? ലുദ്ധിസം. ഈ ലുദ്ധിസത്തിൻ്റെ മെയിൻ എയിം എന്താ? ഈ ലേബേഴ്സ്, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ്? മെഷീൻസ് ആണെന്ന് വിചാരിച്ചിട്ട് ആ മെഷീൻസ് ഡിസ്മാൻഡിൽ ചെയ്യാൻ, ആ മെഷീനുകൾ നശിപ്പിക്കാനായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ത്? ലുദ്ധിസം എന്ന് പറഞ്ഞാൽ. പക്ഷേ അവർ മെഷീൻ നശിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, മിനിമം വേജ് ഫോർ ദി ലേബേഴ്സ്, തൊഴിലാളികൾക്ക് ഒരു മിനിമം കൂലി കൊടുക്കണം, സ്ത്രീകളെയും കുട്ടികളെയും തൊഴിലെടുത്ത് നിന്ന് മാറ്റി നിർത്തുന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും കൂടി ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അവർ ലുദ്ധിസം എന്ന് പറഞ്ഞാൽ. ഇനി ഈ ലുദ്ധിസം പോലെ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടായപ്പോൾ അതിനുശേഷം പുതിയ പുതിയ നിയമങ്ങൾ ബ്രിട്ടനിൽ വന്നു. എന്തൊക്കെ നിയമങ്ങളാണ് ബ്രിട്ടനിൽ വന്നത്? 1890 ഒരു നിയമം വന്നു. അതായത് 9 years and below, 9 വയസ്സ് താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്യരുത്? ഫാക്ടറിയിൽ ജോലി ചെയ്ത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം വന്നു. ബിലോ 9 years കേട്ടോ. 9 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുക? ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നത് നിരോധിച്ചു. 9 and 16, 9നും 16നും ഇടയിലെ കുട്ടികളുടെ ജോലി സമയം 12 hours, 12 മണിക്കൂറായിട്ട് പരിമിതപ്പെടുത്തിയിട്ട് മറ്റൊരു നിയമം കൊണ്ടുവന്നു കേട്ടോ. പിന്നെ 1833 വേറൊരു ആക്ട് കൊണ്ടുവന്നു. അത് മാത്രമല്ല, എന്താണ്, മുതിർന്ന കുട്ടികൾ, 9 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാത്രമല്ല, ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെയും ജോലി സമയം കുറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 1842 മറ്റൊരു നിയമം കൊണ്ടുവന്നു, മൈൻസ് ആൻഡ് കോളറീസ് ആക്ടിൽ. ഇതനുസരിച്ച് എന്താണ്, മൈനുകളിൽ, ഖനികളിൽ എന്ത് ചെയ്യരുത്? സ്ത്രീകളെ കൊണ്ടും കുട്ടികളെ കൊണ്ടും ജോലി ചെയ്യിപ്പിക്കരുത്. പിന്നെ 1847 മറ്റൊരു നിയമം കൊണ്ടുവന്നു. അതെന്താണ്? 10 hours bill എന്ന് വെച്ചാൽ മാക്സിമം ഒരാളെ കൊണ്ട് 10 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിച്ചു വെക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പാർട്ട് 2 മോഡേണൈസേഷനിലേക്ക് 4 മാർക്കിന് ക്രോണോളജിക്കൽ ഓർഡറായിട്ട് ചോദിക്കുക, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിർബന്ധമായിട്ട് കണ്ടിട്ടോ. അതിനുശേഷം എക്സാമിന് ചോദിക്കാൻ ചാൻസ് 1 വേർഡുകളാണ്. ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഇതിനൊക്കെ 1 വേർഡാണ്. ഇതിനൊക്കെ ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഈ ചിലപ്പോൾ 4 മാർക്കിന് 2 മാർക്കിന് എക്സാം ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണ്. എലൂസിഡേറ്റ് ദി റൈസ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം, അതായത് റഷ്യൻ റവല്യൂഷന് ശേഷം, റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണ് അതേ ആശയത്തിൽ ചൈനയിലും എന്ത് ചെയ്തത്? ഒരു പാർട്ടി സ്ഥാപിച്ചത്. മാവോ സെതുങ് ആയിരുന്നു ഫൗണ്ടർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന. ആരായിരുന്നു? മാവോ സെതുങ് ആയിരുന്നു. മാവോ സെതുങ്ങിന് കോമൺ പീപ്പിൾ, സാധാരണക്കാരുടെ ഇടയിൽ ഭയങ്കര സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? വില്ലേജ്, ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിച്ച് അവരുടെ പ്രശ്നം ഇടപെടുകയും അവരുടെ പ്രശ്നം തീർത്തു കൊടുക്കുകയും ചെയ്യുകയും അതിലൂടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയ്ക്ക് എന്ത് ചെയ്യാണ്? ഭയങ്കരമായിട്ട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ മേജി റിസ്റ്റോറേഷനും അതിനുശേഷം ജപ്പാനുണ്ടായുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കും കേട്ടോ. എന്തൊക്കെ ചേഞ്ചസ് ജപ്പാനുണ്ടായത്? മേജർ റിസ്റ്റോറേഷൻ പറഞ്ഞാൽ അത്രയും കാലം ജപ്പാൻ റൂൾ ചെയ്തിരുന്ന ആരായിരുന്നു? ഷോഗണുകളായിരുന്നു. ഷോഗണുകളെ അധികാരത്തിൽ നിന്ന് മാറ്റി മേജി അഥവാ ചക്രവർത്തിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമായ സംഭവമാണെന്ത്? മേജി റിസ്റ്റോറേഷൻ അഥവാ മേജി പുനഃസ്ഥാപനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജപ്പാൻ ആദ്യം ചെയ്ത മാറ്റം എന്താ? അവരുടെ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തു അല്ലേ. ഇഡോ എന്നുള്ള അവരുടെ ക്യാപിറ്റലിൻ്റെ പേര് എന്താക്കി മാറ്റി? ടോക്കിയോ എന്നാക്കി മാറ്റി. ഇഡോ എന്തായി മാറി? ടോക്കിയോ ആയിട്ട് മാറി. പിന്നെ പൊളിറ്റിക്കൽ റിഫോംസ്, ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. നാഷണലിസം, ദേശീയത വളർത്താനുള്ള കാര്യങ്ങൾ ചെയ്തു. അതുമാത്രമല്ല, എന്താണ്, പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, പുതിയൊരു ഭരണഘടന എന്ത് ചെയ്തു? ജപ്പാനിൽ കൊണ്ടുവന്നു. ഒരു ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം, വെസ്റ്റേൺ സ്റ്റൈലുള്ള, പാശ്ചാത്യ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നു. പെൺകുട്ടികൾക്ക് ആദ്യമായിട്ട് വിദ്യാഭ്യാസം കൊടുത്തു. അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലായിട്ട്. അതുമാത്രമല്ല, ജപ്പാനിൽ പുതിയ പുതിയ റെയിൽവേ ലൈനുകൾ വന്നു, തുറമുഖങ്ങൾ വന്നു. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ്? ആഫ്റ്റർ മേജി റിസ്റ്റോറേഷൻ ആണ്. പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്താണ്. എന്താണ്? ദ എമർജൻസ് ഓഫ് ജപ്പാൻ ഇൻ ദ പോസ്റ്റ് വാർ ഇറ വാസ് എ മിറാക്കിൾ സബ്സ്റ്റാൻഷിയേറ്റ്. യുദ്ധാനന്തര കാലഘട്ടത്തിൽ ജപ്പാന്റെ ആവിർഭാവം ഒരു അത്ഭുതമായിരുന്നു. സാധൂകരിക്കുക.
എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ജപ്പാന് എന്താണ് ഒരുപാട് മാറ്റങ്ങൾ, അതായത് ആദ്യത്തെ മാറ്റം എന്താ, അവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പുതിയൊരു ക്ലോസ് കൊണ്ടുവന്നു, നോ വാർ, ഇനി എന്ത് വേണ്ട, ജപ്പാൻ ആരുമായിട്ടും യുദ്ധം വേണ്ട. അതുമാത്രമല്ല ആഗ്രേറിയൻ റിഫോംസിലെ കാർഷിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ട്രേഡ് യൂണിയൻസ് വർ റീ എസ്റ്റാബ്ലിഷ്ഡ്, തൊഴിലാളി യൂണിയനുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പൊളിറ്റിക്കൽ പാർട്ടീസ് വർ ഓൾസോ റിവൈവ്ഡ്, അല്ലെ രാഷ്ട്രീയ പാർട്ടികളെയും എന്ത് ചെയ്തു, പുനരുജ്ജീവിച്ചു. ഇതൊക്കെ ഏത് സമയത്താണ്, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം. ഈ സമയത്ത് തന്നെ കൊറിയ വിയറ്റ്നാം യുദ്ധം ഉണ്ടായപ്പോൾ ആ യുദ്ധത്തിൽ അവിടേക്ക് വേണ്ട സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്തതിലൂടെ ഒരുപാട് വരുമാനം ആർക്ക് കിട്ടി, ജപ്പാന് കിട്ടി. പിന്നെ ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ആണ് എന്ത് ചെയ്തത്, ജപ്പാൻ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്തത് 1964 ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവന്നു ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. അത് വാട്ട് ആർ ദി 3 പ്രിൻസിപ്പിൾസ് ഓഫ് സന്യാസൻ, സന്യാസൻ്റെ 3 തത്വങ്ങൾ ഏതൊക്കെയാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോ. ഏതൊക്കെയാണ് 3 പ്രിൻസിപ്പിൾസ്? നാഷണലിസം ദേശീയത, ഡെമോക്രസി ജനാധിപത്യം, സോഷ്യലിസം. നാഷണലിസം ദേശീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നാഷണലിസം അഥവാ ദേശീയതനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാഞ്ചു ഡൈനാസ്റ്റിയും അതേപോലെ അന്ന് ചൈനയിൽ ഉണ്ടായിട്ടുള്ള ഫോറിൻ പവറിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ചൈനയ്ക്ക് മാത്രമായിട്ട് സർക്കാരിനെ സ്ഥാപിക്കുക. ഡെമോക്രസി കൊണ്ടോ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, ഒരു ജനാധിപത്യ സർക്കാർ എന്ത് ചെയ്യുക, സ്ഥാപിക്കുക. സോഷ്യലിസം കൊണ്ടോ എല്ലാവർക്കും ഈക്വലായിട്ട്, എല്ലാവരെയും തുല്യമായിട്ട് കണക്കാക്കുക, എല്ലാവർക്കും തുല്യമായ ഭൂമി കൊടുക്കുക. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. മക്കൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് എന്നോട് നിങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, nafi.edu. ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക. അപ്പോൾ ഈ ഹോംവർക്ക് 1 വേർഡുകൾ ചില ക്വസ്റ്റ്യനൊക്കെ ഹോംവർക്ക് ആയിട്ട് ഞാൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക. നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നല്ല മാർക്ക് കിട്ടും. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, മെനക്കെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബെസ്റ്റ് റിസൾട്ട് ഉണ്ട്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ.